നേരത്തും കാലത്തും ആദ്യമായിട്ട് സിനിമക്ക് പോകണ എൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഗൈസ്. വനിതയിൽ നമ്മളിന്ന് തുടരും മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായി. ഇന്ന് 4 മണിക്കായിരുന്നു ഷോ. മറ്റ് സ്ക്രീനിലൊക്കെ ഷോ നടക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല, അവിടെ തിരക്ക് ഭയങ്കര കുറവായിരുന്നു. സോ സമാധാനമായിട്ട് ആദ്യം ഉള്ളിൽ കയറിയിരുന്നു. ഓൾറെഡി ഹൈപ്ഡ് ആണ് സിനിമയെങ്കിലും നമ്മൾ 0 എക്സ്പെക്റ്റേഷനിലാണ് കയറിയത്. കാരണം ഭയങ്കര ഹൈപ്പായി വന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫസ്റ്റ് ഹാഫിലൊരു പോപ്കോൺ വാങ്ങി നമ്മൾ ഓടിക്കയറി. നമ്മൾ സിനിമ കണ്ടിറങ്ങി. അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ട്രെയിലർ കാര്യങ്ങളൊന്നും കാണാണ്ട വന്നത്. പൊതുവെ ഇങ്ങനത്തെ റിവ്യൂ കണ്ടു വരുന്ന മൂവീസിനൊന്നും ഞാൻ അങ്ങനെ ട്രെയിലർ കാണാറില്ല. അടിപൊളി മൂവി. പിന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫിലൊക്കെ എനിക്ക് തുടക്കം മുതലേ അതിൻ്റെ വിഷ്വൽസൊക്കെ അടിപൊളി, അങ്ങനെ കണ്ടിരിക്കാനായിട്ടുള്ള അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ ഫസ്റ്റ് ഹാഫ് വന്നപ്പോഴേക്കും ചെറിയൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ തന്നെ എന്നുള്ള ആ ഒരു സാധനം തോന്നിയായിരുന്നു. പിന്നെ പകുതി എത്തിയപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ, മൂവി പ്രെഡിക്റ്റബിളാണ്. നമുക്ക് എന്താ മനസ്സിലായ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോണേ അതാണെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല. ഫുള്ളി സസ്പെൻസ് വന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ മൂവീസ് കൂടുതൽ ഇഷ്ടം. നമുക്ക് ഓൾറെഡി ക്ലിക്ക് ആവണ മൂവീസാണെങ്കിൽ പിന്നെ ലൈക്ക് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഓക്കെ ഇങ്ങനെയാണെന്നുള്ളത് അത് അവസാനം അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വാവ് ഫാക്ടർ ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് പൊതുവെ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നല്ലൊരു വാവ് ഫാക്ടർ ഉണ്ട്, ഒരു ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ എല്ലാവരും അഭിനയം, മെയിനായിട്ട് വില്ലൻ്റെ അഭിനയം. ലൈക്ക് നമ്മളിങ്ങനെ വെറുക്കുക എന്ന് പറയില്ല ക്യാരക്ടറിന്. അപ്പോൾ അതിൻ്റെ അടുത്ത് ആ പുള്ളി അത്രയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുപോലെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. സോ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ തുടരും മൂവി കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.